ആൾക്കാർക്കൊരു തോന്നലുണ്ട് ഇതിലൊക്കെ ചാൻസ് കിട്ടണമെങ്കിൽ പല അഡ്ജസ്റ്റ്മെൻറ്റ്സിനും തയ്യാറാവണം. നമ്മൾ എങ്ങനെ നിൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ അതുപോലെ തന്നെ നിൽക്കാൻ പറ്റും. സൊസൈറ്റിയെ പേടിക്കുന്ന കൂട്ടത്തിലാണോ? ഒരു പരിധി വരെ നമ്മൾ സൊസൈറ്റിയെ പേടിച്ച് അങ്ങനെ ഒതുങ്ങിക്കൂടിയിട്ട് കാര്യമില്ല. ഒരുപാട് ജഡ്ജ്മെന്റുകൾ ഉണ്ടാവും. അതിൽ പ്രത്യേകിച്ച് വിഡോ ആയിട്ടുള്ള ഒരാളാണെന്ന് പറയുമ്പോഴത്തേക്ക് ആളുകൾ പല രീതിയിലുള്ള ജഡ്ജ്മെന്റ്സ് ആയിരിക്കും. ആ ഒരു ലൈഫ് ഈസി ആയിരുന്നോ? ഒട്ടും ഈസി ആയിരുന്നില്ല. കുറേയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നാറുണ്ട്. ഏറ്റവും അടുത്തറിയുന്ന ആൾക്കാരാണ് അങ്ങനെ ദ്രോഹിച്ചിട്ടുള്ളത്. ചേച്ചിയുടെ ലൈഫിൽ ചേച്ചി സാക്രിഫൈസ് ചെയ്തത് എന്തൊക്കെയാണ്? സുപ്രീം പവറിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, the smartphone expert. ഹലോ ആൻഡ് വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഇന്ദുലേഖ ചേച്ചിയാണ്. വെൽക്കം. താങ്ക് യു. ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ചേച്ചിയുടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ സീരിയൽ കാണുന്ന തുടക്ക സമയം മുതലേ ഒരുപാട് സീരിയൽസ് 33 വർഷമായി അത്രയും സീരിയൽസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സീരിയലുകളിലാണെങ്കിലും വരുന്ന മാറ്റങ്ങളും എല്ലാം കാണുന്നുണ്ട്. ഓരോ ചേഞ്ചസ് ആണെങ്കിലും എല്ലാം. ഹൗ ഡു യു ഫീൽ ഇത്രയും വർഷം ഒരു ഇൻഡസ്ട്രിയിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് ഇപ്പോൾ എല്ലാവരും പറയുന്നു അത് ഭയങ്കര പാടാണെന്നുള്ളത്. പക്ഷേ ഞാനിങ്ങനെ ഗ്രാജുവലി ഉള്ളൊരു ചേഞ്ച് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വലിയൊരു ചേഞ്ച് ഇങ്ങനെ പെട്ടെന്ന് എടുത്ത് പറയാൻ പറ്റുന്നില്ല. ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് തുടങ്ങിയതാണ്. അവിടുന്ന് പിന്നെ 13 എപ്പിസോഡ് സീരിയൽ, പിന്നെ മെഗാ സീരിയൽ, അങ്ങനെ വന്നതാണ്. സീരിയലുകളിൽ ഇപ്പൊ കണ്ടുവരുന്ന മാറ്റം എന്താണ്? മാറ്റങ്ങൾ എന്തൊക്കെയാ നോക്കി കാണുമ്പോൾ? പഴയത് വെച്ച് നോക്കുമ്പോൾ കഥയിൽ കുറേ മാറ്റങ്ങളുണ്ട്. പണ്ട് കുറച്ചും കൂടെ ലോജിക്കലായിട്ടുള്ള കുറച്ചും കൂടെ സീരിയസ് സബ്ജക്ട്സ് ഉണ്ടായിരുന്നു. ഒരു കഥ ഉണ്ടായിരുന്നു അല്ലേ? അതെ. ഇപ്പോൾ പിന്നെ കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാവരും ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലാണല്ലോ സീരിയലിനെ കാണുന്നത് ഇപ്പോൾ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ കഥ കൊണ്ടുപോകുന്നത്. നമ്മളും ആ ഫ്ലോവിന്റെ കൂടെ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സീരിയൽസിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും എല്ലാവരും പറയുന്നത് നിങ്ങളുടെ കോസ്റ്റ്യൂംസിന്റെ കാര്യമാണ്. ഈ കോസ്റ്റ്യൂം ഹണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പണിയല്ല. കാരണം ഇങ്ങനെ എൻ്റെ അടുത്ത് തസ്നീം ഖാൻ പറയുന്നുണ്ടായിരുന്നു, ഇതേപോലെ കിട്ടുന്ന പൈസയുടെ പകുതിയും കോസ്റ്റ്യൂം. എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഈ പാവപ്പെട്ട വീട്ടിലെ അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് എനിക്ക് കൂടുതലും കിട്ടിയത്. പിന്നെ ഞാൻ കൂടുതലും കുറച്ച് റിയലിസ്റ്റിക് ആവാൻ നോക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് എനിക്ക് ഈ ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും എന്താ എക്സ്പെൻസ് വരാറില്ല. സത്യം പറഞ്ഞാൽ അപ്പോൾ ഒരു റോള് കിട്ടുമ്പോഴത്തേക്ക് ദൈവമേ വലിയ വീട്ടിലൊന്നും ഒരു സാധാ വീട്ടിലെ വലിയ ടാസ്ക് ആണ്. ഇപ്പോൾ ഞാൻ 4 സീരിയൽ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അപ്പോൾ 4 സീരിയലും നമുക്ക് തന്നെ ഒരു ചേഞ്ച് ഫീൽ ചെയ്യണമല്ലോ. അപ്പൊ അതിന് 4 സീരിയലിനും 4 പെട്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഓരോന്നിനും ഓരോ ടൈപ്പ് കോസ്റ്റ്യൂംസ് അങ്ങനെ മാറ്റി. ഒന്നിൽ ഉപയോഗിച്ചത് അടുത്തതിൽ ഉപയോഗിക്കാറുണ്ടോ? കഴിയുന്നതും ആൾക്കാർ തിരിച്ചറിയാത്ത രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അല്ലാതെ അത് പ്രാക്ടിക്കൽ അല്ലല്ലോ. ഈ സീരിയൽസിനാണെങ്കിലും എന്തെങ്കിലും സ്റ്റീരിയോ ടൈപ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യണം എന്ന് ചേച്ചിക്ക് ആഗ്രഹമുള്ള എന്താ? ഒരു കുടുംബത്തിൽ തന്നെ ഒരു വില്ലത്തി. അതെ, അങ്ങനെയുള്ള സംഭവങ്ങൾ മാറ്റിയിട്ട് പഴയ രീതിയിലുള്ള ഒരു നോവൽ അങ്ങനെ ഒരു കുറച്ച് സീരിയസ് ആയിട്ടുള്ള സബ്ജക്ട്സ് വരണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പോൾ ജോയ്സി സാറിന്റെ ഒക്കെ നോവൽസ് ഇപ്പോൾ വരുന്നുണ്ട്. അത് ഭയങ്കര അപ്രീഷിയബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റോറീസും ഒക്കെ വരണം എന്ന് ആഗ്രഹമുണ്ട്. അതെ. ചേച്ചി എങ്ങനെയാ പൊതുവെ സൊസൈറ്റിയെ പേടിക്കുന്ന കൂട്ടത്തിലാണോ? ഒരു പരിധി വരെ. അതെ. തുടക്കത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് മരിച്ച ആ സമയത്തൊക്കെ ഞാൻ സീരിയലിൽ ആക്ട് ചെയ്യായിരുന്നു. അപ്പോഴൊക്കെ ഒരു ഭയങ്കര പേടിയുണ്ടായിരുന്നു. എന്നുവെച്ചാൽ അന്ന് മോളും ചെറുതായിരുന്നു. അപ്പോൾ അത് എങ്ങനെ മാനേജ് ചെയ്യും? ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഓരോരുത്തരും ഓരോന്ന് പറയുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ ചെയ്യാറുള്ളൂ. പിന്നെ മനസ്സിലായി നമ്മൾ സൊസൈറ്റിയെ പേടിച്ച് അങ്ങനെ ഒതുങ്ങിക്കൂടിയിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ നമ്മുടെ വർക്കും കാര്യങ്ങളും
നമ്മുടെ രീതിയിൽ പോയാലേ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ചേച്ചി ഒരു സിംഗിൾ പേരന്റ് എന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൊസൈറ്റിയിൽ ഒരുപാട് ജഡ്ജ്മെന്റുകൾ ഉണ്ടാവും. അതിൽ പ്രത്യേകിച്ച് വിഡോ ആയിട്ടുള്ള ഒരാളാണെന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഇഷ്ടം പോലെ ആളുകൾ പല രീതിയിലുള്ള ജഡ്ജ്മെന്റ്സ് ആയിരിക്കും. ജീവിക്കാനായിട്ട് ഒരുപാട് പാടാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലൈഫ് ഈസി ആയിരുന്നോ? ഒട്ടും ഈസി ആയിരുന്നില്ല. അത് എന്താ കുറേയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നാറുണ്ട്. എന്താ ഒരുപാട് മാറിയിരുന്ന് കരഞ്ഞ അവസരങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഇപ്പോൾ പല കാര്യങ്ങളും നമ്മൾ കേട്ടാൽ മൈൻഡ് ചെയ്യാതിരിക്കും. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ. അതിന് ചേഞ്ചസ് ഇല്ല. കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും നമ്മുടെ സൊസൈറ്റി മുഴുവനായിട്ടൊന്നും മാറിയിട്ടില്ല. ഇപ്പോഴും പഴയ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അതിനിപ്പോൾ പഠിപ്പുള്ള ആൾക്കാർ, പഠിപ്പും വിവരമുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർ പഴയ രീതിയിൽ തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് സൊസൈറ്റിയിൽ. ചേച്ചിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ബാഡായിട്ടുള്ള അനുഭവം കൂടുതൽ ഉണ്ടായിട്ടുള്ളത് വളരെ അടുത്ത് നിന്നവരിൽ നിന്നാണോ അതോ അറിയാത്ത ആളുകളിൽ നിന്നാണോ? അടുത്ത് നിന്നവരിൽ നിന്ന്. അതെ അതെ. കാരണം എനിക്ക് പ്രേക്ഷകർ കൂടുതലും എന്നെ ദേവിയുടെ റോൾസ് അല്ലെങ്കിൽ പാവം പിടിച്ച അങ്ങനത്തെ ക്യാരക്ടേഴ്സാണല്ലോ കൂടുതൽ കണ്ടിട്ടുള്ളത്. ആൾക്കാർക്ക് എന്നോട് ആ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ എപ്പോഴും പുറത്തിറങ്ങുമ്പോൾ അത് കിട്ടാറുണ്ട്. അവരുടെ അടുത്തൊന്നും എനിക്ക് അങ്ങനെ ഒരു മോശം അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. കൂടുതലും നമ്മളെ ഏറ്റവും അടുത്തറിയുന്ന ആൾക്കാരാണ് അങ്ങനെ ദ്രോഹിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും ഒക്കെ എങ്ങനെയാ ഒരു ഡിസ്റ്റൻസ് ഇടാറുണ്ടോ ചേച്ചി? വളരെ സെലക്റ്റീവായി വളരെ ഫിൽട്ടർ ചെയ്ത ആൾക്കാർ ഇടപെടാറുള്ളൂ. നമുക്ക് ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ അടുപ്പം വെക്കാൻ തോന്നാറില്ല. നമ്മൾ കുറേ ആലോചിച്ച് എങ്ങനെയാണെന്നൊക്കെ ഒരാളെ സ്റ്റഡി ചെയ്തിട്ടൊക്കെയാണ് അങ്ങനെ വളരെ ഫിൽട്ടർ ചെയ്ത് ചെയ്യാറ്. ഒരു സിംഗിൾ പേരന്റ് എന്ന രീതിയിൽ മോളെ അത്രയും പഠിപ്പിച്ച് ഇപ്പോൾ ദേ നെക്സ്റ്റ് ഒരു മൈൽ സ്റ്റോണിൽ എത്തി നിൽക്കുകയാണ്. എന്താണ് ചേച്ചി തന്നെ പറഞ്ഞോളൂ. അത് എനിക്ക് പണ്ട് ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഒരു ഫാമിലിയുടെ ഇതുകൊണ്ടും ഫിനാൻഷ്യൽ കൺസേൺസ് കൊണ്ടും ഒക്കെ എനിക്ക് അതിന് പറ്റിയില്ല. പിന്നെ ഡൈവേർട്ട് ചെയ്ത് പഠിത്തവും പിന്നെ അതിൻ്റെ കൂടെ തന്നെ അഭിനയവും ഒക്കെ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ മോള് വളർന്നു വന്നപ്പോൾ അറിയാതെ തന്നെ അവൾക്കും ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വലുതായി കഴിയുമ്പോൾ ചിലപ്പോൾ ആഗ്രഹങ്ങളൊക്കെ മാറി വരുമെന്ന് വിചാരിച്ചു. പക്ഷേ അവൾ അതിൽ വളരെ സ്റ്റേണായിരുന്നു. അപ്പോൾ അവൾക്ക് ഡോക്ടർ ആവണം എന്ന് ആഗ്രഹം പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. അപ്പം നമുക്ക് പറ്റാതിരുന്നുകൊണ്ടുള്ള വിഷമം നമുക്കത് മനസ്സിലാവുമല്ലോ. ഞാൻ എല്ലാ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതൊരു വലിയൊരു അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. ചേച്ചിയുടെ എപ്പോഴും ഒരു ബാക്ക് ബോൺ മോളാണെന്ന് പറയാൻ പറ്റുമോ? അതെ അതെ. എല്ലാ കാര്യത്തിലും വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് വളരെ സപ്പോർട്ടീവായിട്ടും കൂടെ നിൽക്കുന്നത് അവൾ തന്നെയാണ്. ചേച്ചി ഒരു സീരിയലിലാണെങ്കിലും അല്ലെങ്കിൽ സിനിമയിലാണെങ്കിലും ഒരു മീഡിയ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ച് നോർമൽ സൊസൈറ്റി വെറുതെ മിസ്കൺസെപ്ഷൻസ് കാണുമല്ലോ അവർക്ക്. കൂടുതലും അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന എന്നാൽ അങ്ങനെ അല്ലാത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ചേച്ചി എന്ത് പറയും? കൂടുതലും ആൾക്കാർക്കൊരു തോന്നലുണ്ട് ഇതിലൊക്കെ ചാൻസ് കിട്ടണമെങ്കിൽ പല അഡ്ജസ്റ്റ്മെൻറ്റ്സിനും തയ്യാറാവണം എന്നൊക്കെയുള്ളൊരു ഒരു ധാരണയുണ്ട്. എല്ലാവരും അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. ഇപ്പം നമ്മൾ എങ്ങനെ നിൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ അതുപോലെ തന്നെ നിൽക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല. നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം എങ്ങനെ ഏത് രീതിയിൽ പോകണം എന്നുള്ളത്. അത് നമ്മുടെ സെലക്ഷനാണ്. അതിനകത്ത് വേറെ ഇതൊന്നുമില്ല. അപ്പോൾ ഈ പണ്ടൊക്കെ ആണെങ്കിലും അപ്പോൾ മോള് പഠിക്കുന്ന സമയത്തായാലും ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ട്, സീരിയൽസ് ചെയ്യുന്നുണ്ട്, സിനിമാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ മോളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു മാനേജ് ചെയ്ത് പൊക്കോണ്ടിരുന്നത്? അത് എൻ്റെ പേരൻസ് കൂടെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ കാര്യങ്ങളെല്ലാം അങ്ങനെ കൊണ്ടുപോയി. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എടുത്തു പറയാൻ അറിയില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യായിരുന്നു. പിന്നെ അതിൻ്റെ ഈ ജോലിയുടെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുന്ന സമയത്തായിരുന്നു അഭിനയിച്ചിരുന്നത്. അങ്ങനെ എല്ലാം ഒരു ഫ്ലോയിൽ അങ്ങനെ പോയി. ദൈവവിശ്വാസിയാണോ?
ദൈവവിശ്വാസിയാണ്. ആണ്. ആ ഒരു പവറിൽ വിശ്വസിക്കുന്നുണ്ട്. ഒരു സുപ്രീം പവറിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇന്ന ദൈവം അല്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇങ്ങനെ എന്നും അമ്പലത്തിൽ പോകുന്ന അങ്ങനെയൊന്നും അല്ല, ബട്ട് ഒരു പവറിൽ വിശ്വസിക്കുന്നുണ്ട്. അതെപ്പോഴും എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഇങ്ങനെ മനസ്സിലിങ്ങനെ ആ ഒരു സുപ്രീം പവർ ഉണ്ട് എന്ന് വിചാരിച്ച് അത് അങ്ങനെ പോയി കഴിയുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട്. ആ പോസിറ്റീവ് എനർജി നമുക്ക് ഗുണം ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട്. എല്ലാ മനുഷ്യർക്കും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസസ് ഉണ്ടായിരിക്കും. ചേച്ചിയുടെ ലൈഫിൽ ചേച്ചി സാക്രിഫൈസ് ചെയ്തത് എന്തൊക്കെയാണ്? സാക്രിഫൈസ് എൻ്റെ കുറേ ഡ്രീംസ് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഒരു ലക്ഷ്യം ഇല്ലാതെ ഉള്ളൊരു പോക്കായിരുന്നു. എങ്ങനെയാണോ ലൈഫ് പോകുന്നത് അതിനനുസരിച്ച് പോവുക എന്നുള്ളതായിരുന്നു. അപ്പം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അല്ല പോകുന്നത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ അതിനെ ആ ഒരു പോകുന്ന ഫ്ലോയിൽ അങ്ങനെ കൂടെ പോവുമായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നഷ്ടബോധം എന്തിനെങ്കിലും കുറിച്ചിട്ട്? ഞാനങ്ങനെ നഷ്ടബോധം വെക്കുന്ന ആളല്ല. കഴിഞ്ഞത് അവിടെ കഴിഞ്ഞു. കാരണം നമ്മൾ അതിങ്ങനെ കൂടെ കൊണ്ട് നടന്നിട്ട് അത് കൂടുതൽ ഒരു ഹെവിനെസ് ഉണ്ടാക്കുകയുള്ളൂ. ഇപ്പൊ തന്നെ ഡോക്ടർ ആവണം എന്ന് വിചാരിച്ചത് മുകളിലൂടെ ഒരു ടൈം ഉണ്ടല്ലേ എല്ലാത്തിനും. സൗഹൃദത്തിനെ കുറിച്ച് ചോദിക്കുമ്പം ചേച്ചിയുടെ ഇപ്പൊ നമ്മുടെ ഈ ഇൻഡസ്ട്രിയിലാണെങ്കിലും ഏറ്റവും നല്ല സൗഹൃദങ്ങൾ ആരൊക്കെയാ? ഇൻഡസ്ട്രിയിൽ പൊതുവെ എല്ലാവരുമായിട്ടും നല്ല സൗഹൃദങ്ങളാണ്. അങ്ങനെ ശത്രുക്കളെന്ന് പറയാനോ അങ്ങനെയൊന്നും ആരുമില്ല. എല്ലാവരുമായിട്ടും നല്ലതാണ്. പക്ഷെ അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരാളെന്ന് പറയാനായിട്ട് ആരുമില്ല. എനിക്ക് ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആണുള്ളത്. എല്ലാത്തിനും കൂടെ നിൽക്കുന്ന കുറച്ച് പേര്. യാത്രകൾ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ആളാണോ? യാത്രകൾ ചെയ്യാൻ ഇഷ്ടമാണ്. പണ്ട് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെ കുറവാണ്. കാരണം മോളുടെ കാര്യങ്ങളും പിന്നെ എൻ്റെ പാരൻസ് ഉണ്ടായിരുന്നു, അവരുടെ കാര്യങ്ങളും എല്ലാം നോക്കാനായിട്ട് അങ്ങനെ എൻ്റെ വീട് വിട്ട് അധികം നിൽക്കാൻ പറ്റാറില്ല. പിന്നെ ഇനിയിപ്പോൾ ഇപ്പോൾ മോള് പുറത്ത് പഠിക്കാനൊക്കെ പോയി കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒരു നമുക്ക് ടൈം കിട്ടും. കൂടുതൽ യാത്രകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇപ്പം നമ്മൾ ഈ സീരിയൽസിനെ കുറിച്ചൊക്കെ നോക്കുകയാണെങ്കിലേ ചേച്ചിക്ക് ഇത്ര നാൾ ചെയ്ത സീരിയൽസിനകത്തിൽ ഏതെങ്കിലും ഒരു സീരിയലിൻ്റെ ക്ലൈമാക്സോ എന്തെങ്കിലും അതങ്ങനെ വേണ്ടായിരുന്നു, വേറെ എനിക്ക് അത് ഇത്തിരി കൂടെ വേറെ രീതിയിൽ റീറൈറ്റ് ചെയ്യാനൊരു അവസരം കിട്ടി, എന്തെങ്കിലും മാറ്റാൻ പറ്റുമോ? അങ്ങനെ ആലോചിക്കാറില്ല. കാരണം എന്താ പറയുക, പല സീരിയലും ഇപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കുമല്ലോ സ്റ്റോറി പല രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ റൈറ്റർ മാത്രമല്ല ഡിസൈഡ് ചെയ്യുന്നത്. ഡയറക്ടർ വരും, ചാനലിൻ്റെ ഇടപെടലുണ്ടാവും, മാർക്കറ്റിംഗ് കാരുടെ ഇത്, ഓഡിയൻസിൻ്റെ ഇതെല്ലാം നോക്കിയിട്ടാണല്ലോ സ്റ്റോറി ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആലോചിക്കാറേ ഇല്ല. ഈ ഒരു ഇൻഡസ്ട്രി അല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇന്ദുലേഖ? ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഡാൻസറും കൂടെയാണ്. അപ്പോൾ ഒരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ പതുക്കെ അത് നടക്കുന്നുണ്ട്. അത് ഒന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഡോക്ടർ ആവുമായിരുന്നു. പിന്നെ ഞാൻ സ്റ്റഡീസ് ഇതിൻ്റെ കൂടെ കണ്ടിന്യൂ ചെയ്യായിരുന്നു. MBA ചെയ്തു. 6 കൊല്ലം ബാങ്കിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയോ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ ബാങ്കിങ്ങിലേക്ക് പോയതാണ്. പിന്നെയും എങ്ങനെയൊക്കെ കറങ്ങി തിരിച്ചതിലേക്ക് വന്നതാണ്. ചേച്ചി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്രയും സ്റ്റുഡിയോസ് ആയിട്ടുള്ള ഒരാളായിരിക്കുമല്ലോ എന്തായാലും. ലൈക്ക് എന്താ പറയുക, ഡോക്ടർ ആവണം അങ്ങനെയൊക്കെ വെറുതെ ഉഴപ്പി നടക്കുന്നവർ എന്തായാലും ചിന്തിക്കില്ല, സ്റ്റുഡിയോസ് ആയിട്ടുള്ളവർക്കേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചേച്ചി എങ്ങനെയാണ് ഈ പറയുന്ന പോലെ ടെലിവിഷൻ അല്ലെങ്കിൽ സിനിമ ഇതിലോട്ട് എത്തിപ്പെട്ടത്? അതും ഒട്ടും വിചാരിച്ചിരിക്കാതെ വന്നതാണ്. ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരിക്കലും എൻ്റെ ഡാൻസ് ടീച്ചറിൻ്റെ അടുത്ത് ഒരു പ്രൊഡ്യൂസർ ചോദിച്ചു, ഇങ്ങനെ കുട്ടികളുടെ സീരിയൽ എടുക്കാൻ പോവാണ്, അപ്പോൾ അതിന് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. അപ്പോൾ സാർ എൻ്റെ അടുത്ത് ചോദിച്ചു താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ പേരൻസും പറഞ്ഞു എന്നാൽ ശരി നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഫസ്റ്റ് സീരിയൽ ചെയ്തത്. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ ഓരോരുത്തർ പരിചയപ്പെട്ട്. ഫസ്റ്റ് മൂവി ചെയ്തായിരുന്നോ?
ഫസ്റ്റ് മൂവി ശരിക്കും പറഞ്ഞാൽ പീറ്റർ സ്കോട്ട് എന്ന് പറഞ്ഞ മൂവിയായിരുന്നു. അതിൽ ഞാനന്ന് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞിട്ട് ആകാശഗംഗ, പത്രം, വാഴുന്നൂർ. ആകാശഗംഗയില് ചേച്ചിയല്ലേ അവസാനം ഏലസ് കെട്ടിക്കൊടുത്തിട്ട് അതിലെ മെയിൻ സംഭവം കൊണ്ടുവരുന്നത്. അതുപോലെ ഞാൻ എപ്പോഴും മറ്റേ ഇത് പാണ്ടിപ്പടയിലെ ആ ഒരു സംഭവം എപ്പോഴും അത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് സെക്കൻഡ്സേ ഉള്ളെങ്കിലും നമുക്ക് മൈൻഡിൽ നിൽക്കുന്ന ഒരു റോളാ. അതുപോലെ ഹലോയില് അതെ 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 കുഞ്ഞ് കുറച്ച് സെക്കൻഡ്സ് ഉണ്ടെങ്കിലും അത് അശോകൻ ചേട്ടന്റെ വൈഫായിട്ട് അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും കുറെ പേര് കോമഡി ആയിട്ട് സാബു അല്ലേ നീ അത് എങ്ങനെയായിരുന്നു ആ ഒരു ഷൂട്ടിംഗ് ടൈമിൽ ലാലേട്ടനും അശോകൻ ചേട്ടനും ഇങ്ങനെ കട്ടക്ക് നിൽക്കുക എങ്ങനെയായിരുന്നു ചേച്ചി? ശരിക്കും പറഞ്ഞ മോള് ജനിച്ച ഒരു 3 മാസം എങ്ങാണ്ടേ ഉള്ളൂ, അപ്പോഴാണ് ഇതിലേക്ക് കോള് വരുന്നത്. അപ്പോൾ ഞാൻ വേണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു അത് ജസ്റ്റ് ഒരു സീനേ ഉള്ളൂ, 1 മണിക്കൂർ നേരെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മോളെയും കൊണ്ടാണ് ഞാൻ ലൊക്കേഷനിൽ പോകുന്നത്. അപ്പോൾ ഓരോ ഗ്യാപ്പ് കിട്ടുമ്പോഴും ഓടി അവളുടെ അടുത്തേക്ക് ചെല്ലും, അവൾ കരയായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ അന്ന് ഇത്രയും വലിയൊരു അവസരമാണെന്നുള്ള ഒരു ആലോചനയൊന്നും അന്ന് ഉണ്ടായില്ല. അപ്പം മൂവി കണ്ടപ്പോഴാണ് അയ്യോ ഇത്രയും നോട്ടബിൾ ആയിട്ടുള്ള ഒരു സീൻ ആയിരുന്നു പിന്നീടാണ് ആലോചിക്കുന്നത്. അന്ന് ജസ്റ്റ് 1 മണിക്കൂർ കൊണ്ട് ആ സീൻ എടുത്ത് വർഷം കഴിഞ്ഞിട്ട് ആ സീൻ ഇപ്പോഴും സാബു അല്ലേ നീ എന്നുള്ള സാധനം എപ്പോഴും നിൽക്കുക. ഇപ്പോൾ എനിക്കതൊരു 18 വർഷം കഴിഞ്ഞു. അപ്പൊ ചേച്ചി ഇനി എന്താണ് നെക്സ്റ്റ് പ്ലാൻസ്? പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും നടത്താറില്ല. ഡാൻസ് സ്കൂൾ ഉടനെ തുടങ്ങാണ്. അപ്പോൾ അത് നന്നായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ കൂടെ ട്രാൻസ്ലേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെയ്യുന്നത് ഹിന്ദി സീരിയൽസ് ഒക്കെ ഇപ്പം മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ 1 ലൈൻ സ്റ്റോറിയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചേച്ചി എല്ലാം നന്നായിട്ട് വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert.